കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട ശേഷം സംഭവത്തിൽ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കുറ്റം ചെയ്തവരെ പിടിച്ചു, അവരൊക്കെ ജയിലിലായി. പക്ഷേ ഇതൊരു കൊട്ടേഷൻ പദ്ധതിയായിരുന്നുവെങ്കിൽ കൊട്ടേഷൻ നൽകിയ ഗൂഢാലോചനക്കാരൻ ആര് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലുള്ള രണ്ടാം ഘട്ട അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. അതിന് നിദാനമായിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന സുനി അയച്ചു, പൾസർ സുനി അയച്ചു എന്ന് കരുതുന്ന കത്ത്, 2 പേജ് കത്ത്, പൾസർ സുനി നടത്തിയ ഫോൺ കോളുകൾ, അതുമാതിരി തന്നെ പൾസർ സുനി നൽകിയ മൊഴി, പോലീസിന് നൽകിയ പുതിയ മൊഴി, ഇതിൻ്റെ 3ൻ്റെയും അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ട അന്വേഷണം നടക്കുന്നത്. അത് അപ്രതീക്ഷിത സംഭവഗതിയിലേക്ക് സഞ്ചരിക്കാൻ ഇടയുണ്ട് എന്ന രീതിയിലാണ് അതിൻ്റെ വാർത്ത എത്തി നിൽക്കുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഒന്നാം ഘട്ടം അന്വേഷണത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടത് നടിയും കുറ്റം ചെയ്ത നടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ പ്രതികളും ആയിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടം അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒരു പ്രമുഖ നടനിലേക്കാണ് എന്ന അവസ്ഥയാണ് ഇപ്പോൾ മാറി മറിഞ്ഞ് വന്നിരിക്കുന്നത്. ആക്രമണം സിനിമാ രംഗത്ത് തന്നെ നടന്ന ഒരു കാര്യമാണ്. സിനിമാ രംഗത്ത് പുറത്തുള്ള ഏതെങ്കിലും പ്രലോഭനങ്ങളോ സമ്മർദ്ദങ്ങളോ കൊട്ടേഷൻ സംഘത്തെ നിയന്ത്രിച്ചിരുന്നു എന്ന് ആരും കരുതുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സിനിമാ രംഗത്ത് അകത്ത് നിന്ന് തന്നെ നടിയെ ആക്രമിക്കാനും പീഡിപ്പിക്കാനുമുള്ള ഒരു കൊട്ടേഷൻ ആരാണ് നൽകിയത്? അതേ സംബന്ധിച്ച് പൾസർ സുനി പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ, വിശ്വസിക്കാൻ അത്ര എളുപ്പമുള്ള ആളൊന്നുമല്ല പൾസർ സുനി, വിശ്വാസ്യതയുള്ള ആളുമല്ല. അദ്ദേഹം പറയുന്നത് ഈ ആക്രമണം നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ, കുറേ നാൾ മുമ്പ് തന്നെ ദിലീപ് എന്ന നടന് അതറിയാമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ദിലീപ് എന്ന നടനോട് അദ്ദേഹം 1.5 കോടി രൂപ ആവശ്യപ്പെടുന്നു. എന്തിനാണ് 1.5 കോടി രൂപ? അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ. ഇതുവരെ പറഞ്ഞിട്ടില്ല, തുടർന്നും പറയാതിരിക്കണമെങ്കിൽ അത് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്, പൾസർ സുനി പറയുന്നത്. അതുകൊണ്ട് ആക്രമണം ദിലീപിന് അറിയാം എന്ന് പൾസർ സുനി പറയുമ്പോൾ, പൾസർ സുനി ആക്രമിക്കപ്പെട്ട നടിയുടെ സുഹൃത്താണ് എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു പറച്ചിലാണ് അതൊക്കെ! അങ്ങനെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ ദിലീപ് സിനിമാ രംഗത്ത് തന്നെയുള്ള സംവിധായകനും നടനുമായ ഒരാളുടെ പേരും പറഞ്ഞു. അയാളാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്നുകൂടി പറയുകയുണ്ടായി. ആ അർത്ഥത്തിൽ ലാൽ എന്ന സംവിധായക നടൻ, അദ്ദേഹമാണ് ഈ അസുലഭ വിവരം ദിലീപിന് നൽകിയത് എന്നുകൂടി ദിലീപ് പറഞ്ഞു. ലാൽ തന്നെ രംഗത്ത് വന്നു പറയുകയുണ്ടായി, ഇന്നലെ അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ല. ആകെ ഒരു ദിവസം ഗോവയിൽ നടന്ന ഷൂട്ടിങ്ങിൽ ഈ നടിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് സ്പേസിൽ പൾസർ സുനി ഉണ്ടായിരുന്നു. അതാണ് പൾസർ സുനിയുടെ ലാലിൻ്റെ ആ ഒരു വാചകമാണ് ദിലീപ് പറയുമ്പോൾ പൾസർ സുനിയും നടിയും തമ്മിൽ ഗോവയിൽ ഒന്നിച്ച് പണിയെടുത്തിരുന്നു എന്നാണ്. എന്നാൽ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയാം, പണിയെടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില സുഹൃത്തുക്കളായ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് ഈ തരത്തിലുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് പോയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം നിശ്ചയമായും കൃത്യമായും വലിയ നിലവാരത്തിലുള്ള ഒരു സ്വയം രക്ഷാകവചം തീർക്കാനാണ് ശ്രമിക്കുന്നത്. അടിതെറ്റി നിൽക്കുകയാണ് ദിലീപ് എന്നാണ് ഇന്നലെ വാർത്തകളിലും ചർച്ചകളിലും നടന്ന സംഭവഗതികൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നടിയെ സംബന്ധിച്ച്, ഇരയാക്കപ്പെട്ട നടിയെ സംബന്ധിച്ചുള്ള പ്രസ്താവന ഗൗരവതരമായൊരു പ്രസ്താവനയായി, അത് നിയമലംഘനമായി 2 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്നൊരു കാര്യമായി, നടിയാകട്ടെ ആ പ്രസ്താവന വന്നതിന് ശേഷം നിയമ നടപടി അതിനെ സ്വീകരിക്കും എന്ന് പറയുക കൂടി ചെയ്തിരിക്കുന്നത് കൊണ്ട് ദിലീപിനെതിരെ ഒരു കേസ് വരുമെന്ന് ഉറപ്പ്. ഒന്നിൽ പൾസർ സുനി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചന കേസ്, അല്ലെങ്കിൽ നടി കൊടുക്കുമെന്ന് പറയാൻ പോകുന്ന കേസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതിവാചാലത ഒരു കേസിലേക്ക് അദ്ദേഹത്തെ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്ന് അതേ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ആ വിവാദങ്ങൾക്കിടയിൽ അമ്മയുടെ യോഗം ഇന്ന് കൂടുന്നു. അമ്മയുടെ യോഗം ഇന്ന് കൂടുമ്പോൾ ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം അമ്മ എന്ന സംഘടന ഒരു ഘട്ടത്തിലും
നടിയുടെ ആക്രമണത്തിനെതിരെ ഒരിക്കലും രംഗത്ത് വന്നില്ലല്ലോ. ആദ്യഘട്ടത്തിൽ നടന്ന പ്രതിഷേധ യോഗം അമ്മയുടെ യോഗമായിരുന്നില്ല, സിനിമാ പ്രവർത്തകരുടെ യോഗമായിരുന്നു. അത് വിളിച്ചു കൂട്ടിയത് അമ്മയാണ് എന്നതിന് തെളിവില്ല. ആ യോഗത്തിൻ്റെ പിൻപുറത്ത്, അതിൻ്റെ പിന്നിൽ അതിൻ്റെ സംഘാടകരുടെ ആരെ എന്ന് വ്യക്തമാക്കുന്ന ഒരു ബാനർ പോലും ഉണ്ടായിരുന്നില്ല. സ്വയംഭൂവായ ഒരു യോഗം. അതുകൊണ്ട് അമ്മ എന്ന സംഘടന ഒരു കാലഘട്ടത്തിലും ഇതിനെ എതിർത്തിട്ടില്ല എന്നു മാത്രമല്ല, രണ്ടാം ഘട്ടത്തിലും ഈ നടിക്കെതിരായ ആക്രമണത്തിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് സംഘടന വന്നിട്ടില്ല. അവരുടെ യോഗം കൂടുമ്പോൾ ചില്ലറ പെൻഷൻ, ചില്ലറ സഹായങ്ങൾ കഴിഞ്ഞാൽ എന്താ പറയുക, സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ പിന്തുണയ്ക്കാം എന്നതിനെക്കുറിച്ച് ബാക്കിയുള്ളവർ ആലോചിക്കണം എന്നാവശ്യപ്പെടുന്നതിനപ്പുറത്ത് എന്താണുള്ളത്? ഇപ്പോൾ സിനിമാ രംഗത്തെ വിമൻ കളക്റ്റീവ്, വനിതാ സംയുക്തം, ആ വനിതകളുടെ ഒരു കൂടിച്ചേരൽ, ആ കൂടിച്ചേരൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുപോലും ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ്. അതുവഴി ആർക്കും നീതി നൽകാത്ത ആ സംഘടന ഇന്നും നാളെയുമായി യോഗം ചേർന്നാലൊന്നും ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല എന്നെല്ലാവർക്കും അറിയാമെങ്കിലും അങ്ങേയറ്റം കൂടുതൽ അനിശ്ചിതത്വങ്ങൾ ആ യോഗം സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ആ യോഗത്തിൻ്റെ സവിശേഷത ഏതെങ്കിലും അക്കാര്യത്തിൽ അവിടെ നടക്കും എന്ന പ്രതീക്ഷ മാലോകർക്കിടയിൽ ജനിപ്പിക്കുന്നതായിരിക്കും എന്നത് മാത്രമാണ്. നോക്കാം വാർത്ത. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിനിമാ മേഖലയിൽ ചേരിപ്പോര് രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും കൊച്ചിയിൽ താരസംഘടനയായ അമ്മ യോഗം ചേരും. അമ്മ യോഗം ചേർന്നാൽ ആരും ആ യോഗത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു ജനാധിപത്യ അവകാശവും ആർക്കും ലഭിച്ചിട്ടുമില്ല. സ്ത്രീകൾക്ക് ഒരു നീതിയും ലഭിക്കുന്ന സംഘടന ആകില്ല അമ്മ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടും എന്നല്ലാതെ വിമൻ കളക്റ്റീവ് പോലും എന്തെങ്കിലും പ്രതീക്ഷാക്കാര്യത്തിൽ വെച്ചു പുലർത്തും എന്ന് കരുതാനും നിർവാഹമില്ല.